കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലൊരു ICUവിലൊരു പീഡനം ഉണ്ടായിട്ട് ആ സമയത്ത് ആക്ട് ചെയ്യേണ്ട, ആ സമയത്ത് പ്രവർത്തിക്കേണ്ട ഒരുപാട് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ ആ ചുമതല നിർവഹിച്ചിട്ടില്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സമീപിച്ച് പറയാൻ ശ്രമിച്ചിട്ട് അദ്ദേഹത്തിന് നമ്മളെ കാണാനുള്ളൊരു അവസരം, അന്ന് പിണറായി വിജയൻ ഞങ്ങളെ കാണാൻ ഉള്ളൊരു അവസരം പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്, ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യും. നമ്മളൊരാളോട് പരാതി നൽകാൻ പോയാൽ, അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ നമ്മളൊരു വിഷമം പറയാൻ പോയാൽ അവരത് കേൾക്കുകയും കേൾക്കാനുള്ള മനസ്സും അതിൻ്റെ ഒരു സമീപനം ഉണ്ടല്ലോ, ആ സമീപനം വളരെ സന്തോഷകരമായിരുന്നു. നമസ്കാരം. 2023 മാർച്ച് 18 കേരളത്തെ ഞെട്ടിച്ച ആ വാർത്ത പുറത്തു വരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUവിൽ ബോധരഹിതയായി കടന്ന യുവതിയെ അറ്റൻഡറായ ശശീന്ദ്രൻ അതിക്രൂരമായ പീഡനത്തിന് ഇരയാക്കുന്നു. ഈ അറ്റൻഡറെ നിരവധി സമര സമിതികളുടെ സമരമുറകൾ മൂലവും പൊതുജനങ്ങളുടെ പൊതുവികാരം പരിഗണിച്ചും പിന്നീട് ഈ അറ്റൻഡർ സ്ഥാനത്തു നിന്നും പിരിച്ചു വിടുകയായിരുന്നു. എന്നാൽ മറ്റ് നിയമ നടപടികൾ ഒന്നും തന്നെ പോലീസ് സ്വീകരിച്ചില്ല. 3 വർഷം പിന്നിടുകയാണ് ഈ സംഭവത്തിനിപ്പോൾ. ഇതുവരെയും അതിജീവിതയ്ക്ക് കൃത്യമായ നീതി ലഭിച്ചോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈയൊരു സാഹചര്യത്തിൽ അതിജീവിതയും ഈ സമര സമിതിയുടെ നേതാക്കളും നിലവിലിപ്പോൾ മുഖ്യമന്ത്രി VD സതീശനെ കണ്ടിരിക്കുകയാണ്. അവരുടെ പ്രധാന ആവശ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം നടത്തണം എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് ഈ സമര സമിതിയുടെ ചെയർമാനായ നൌഷാദ് തെക്കയിൽ. തീർച്ചും ആശ്വാസകരമായ പ്രതികരണമായിരുന്നു, സന്തോഷകരമായ പ്രതികരണമായിരുന്നു. കുറ്റക്കാർക്കെതിരെ ഇപ്പോൾ ഇതിൽ ഉന്നതരായ പല ആളുകളും ഈ സമയത്ത് നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരെത്തുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലൊരു ICUവിലൊരു പീഡനം ഉണ്ടായിട്ട് ആ സമയത്ത് ആക്ട് ചെയ്യേണ്ട, ആ സമയത്ത് പ്രവർത്തിക്കേണ്ട ഒരുപാട് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ ആ ചുമതല നിർവഹിച്ചിട്ടില്ലായിരുന്നു. അതിൽ തന്നെ അവർ നിർവഹിക്കാത്തത് കൊണ്ടാണ് ഈ അതിജീവിതയെ സമീപിച്ച് ഭീഷണിപ്പെടുത്താനും അതുപോലെ തന്നെ അവരെ പ്രലോഭിപ്പിക്കാനുള്ള ശ്രമം നടന്നത്. അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അവിടെയുള്ള ഉദ്യോഗസ്ഥർ, RMO ആയാലും പ്രിൻസിപ്പൽ ആയാലും സൂപ്രണ്ട് ആയാലും ഇവരൊന്നും ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തിട്ടില്ല. ഇതൊക്കെ നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സമീപിച്ച് പറയാൻ ശ്രമിച്ചിട്ട് അദ്ദേഹത്തിന് നമ്മളെ കാണാനുള്ളൊരു അവസരം, അന്ന് പിണറായി വിജയൻ ഞങ്ങളെ കാണാൻ ഉള്ളൊരു അവസരം പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഒരു പ്രാവശ്യം ഞങ്ങൾ കഷ്ടപ്പെട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് ചെന്നപ്പോൾ അതിജീവിതയെ മാത്രമേ കാണാൻ പറ്റൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിജീവിതക്കാത്തൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെയും ഉദ്യോഗസ്ഥ ബന്ധങ്ങളുടെയും ഇടത്ത് പോകാനുള്ള ഒരു പ്രയാസം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പക്ഷേ ഞങ്ങൾ ഇന്നലെ ഞങ്ങളെ സമരസമിതിയുടെ ആളുകളും XMLA UC രാമൻ അടക്കമുള്ള ഞങ്ങളുടെ എല്ലാ ആളുകളും ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശനെ കാണുകയും ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി K മുരളീധരനെ കാണുകയും ഈ വിഷയങ്ങൾ, ഈ അതിജീവിതക്ക് ഇന്ന് വരെ ഉണ്ടായ കടുത്ത അനീതികൾ, പരിഹാസങ്ങൾ എല്ലാം പറയുകയും ഒക്കെ ചെയ്തു. അതുമാത്രമല്ല, അതിജീവിത നീതിക്ക് വേണ്ടി നിരവധി തവണ തെരുവുകളിൽ, നടു റോഡിൽ പ്ലക്കാർഡ് പിടിച്ച് കമ്മീഷണർ ഓഫീസിന് മുമ്പിൽ ഒരു അന്വേഷണ റിപ്പോർട്ടിൻ്റെ പകർപ്പ് കിട്ടാൻ വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു അന്വേഷണ പകർപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് പോലീസിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മീഷണർ ഓഫീസിന് മുമ്പിൽ 13 ദിവസം ഈ അതിജീവിതം ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കഠിനമായ പ്രയാസങ്ങൾ കൂടി ഞങ്ങൾ കടന്നുപോയത്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്, ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യും. അടുത്ത ക്യാബിനറ്റിൽ സഹായം ചെയ്യുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ട് ആവശ്യമായത് ചെയ്യും. കുറ്റക്കാരായ നിങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരാളെപ്പോലും വെറുതെ വിടില്ല, എല്ലാവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. ഇതിന് കൂട്ടുനിന്ന മറ്റ് ആൾക്കാർ ഇപ്പോഴും ജോലിയിൽ തന്നെ തുടരുകയാണല്ലേ? അവരിപ്പോഴും ജോലിയിൽ തുടരുകയാണ്. അവരെ പേരിന് വേണ്ടിയിട്ടൊരു സ്ഥലം മാറ്റിയിരുന്നു, പക്ഷെ അവർ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരികയുണ്ടായി. ഇപ്പോൾ അവരെയാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നലെ പരാതി നൽകിയ സമയത്ത് അതിജീവിതയും ഉണ്ടായിരുന്നോ? അതിജീവിതയും ഞങ്ങളെല്ലാവരും കൂടിയാണ് പരാതി കൊടുക്കാൻ പോയത്. മുഖ്യമന്ത്രി എന്താണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്? മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയത് ഈ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. വകുപ്പ് മന്ത്രിയുമായിട്ട് ആലോചിച്ച് സഹായങ്ങൾ ചെയ്യാനുള്ളതും ആലോചിക്കും. വേണ്ട എല്ലാ സുരക്ഷയും ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു തരും.
അടുത്ത ക്യാബിനറ്റ് കൂടുമ്പോൾ ആവശ്യമായ കാര്യങ്ങൾ നോക്കിയിട്ട് അറിയിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ അതിജീവിതയ്ക്ക് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് 3 വർഷം പിന്നിടുകയാണ്. മുൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ശരിയായ നിലപാടല്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മാനസിക പ്രതിസന്ധിയിലൂടെയൊക്കെ ആയിരിക്കും കടന്നുപോയിക്കൊണ്ടിരുന്നത്. കാരണം കേസിലടക്കം നീതി ലഭിച്ചിട്ടില്ല. ഇപ്പോൾ നിലവിൽ നേരിട്ട് മുഖ്യമന്ത്രി പരാതി സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിജീവിതയുടെ നിലവിലുള്ള മാനസികാവസ്ഥ എന്താണ്? വളരെ സന്തോഷവതിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കേട്ടു, അതാണ് ഏറ്റവും വലിയ പ്രധാനം. നമ്മളൊരാളോട് പരാതി നൽകാൻ പോയാൽ, അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ നമ്മളൊരു വിഷമം പറയാൻ പോയാൽ അവരത് കേൾക്കുകയും കേൾക്കാനുള്ള മനസ്സും അതിൻ്റെ ഒരു സമീപനം ഉണ്ടല്ലോ, ആ സമീപനം വളരെ സന്തോഷകരമായിരുന്നു. അവർ വളരെ സന്തോഷവതിയാണ്. തീർച്ചയായിട്ടും നീതി കിട്ടും എന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം അതിജീവിതയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണി പിന്നീട് ഉണ്ടായിട്ടുണ്ടോ? പിന്നീടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് വലിയ ഭീഷണികളൊക്കെ ഉണ്ടായത്. ഭീഷണിയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രലോഭനങ്ങളും, അവർ പോകുന്ന സമയത്ത്, ഓഫീസിൽ പോകുന്ന സമയത്ത് ഒരു പരിഹാസ ചിരിയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇപ്പം നിലവിലില്ല. എന്തായാലും ശശീന്ദ്രനെ, അതായത് മുഖ്യപ്രതിയെ സംരക്ഷിക്കില്ല എന്ന് ഉറപ്പ് തന്നെയാണ് പുതിയ മുഖ്യപ്രതി. നിലവിൽ മുഖ്യപ്രതിനെ പിരിച്ചു വിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള പ്രതിയെ സഹായിച്ച പല ആളുകളുണ്ട്. അവർക്കെതിരെ നടപടി വേണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. എന്തായാലും സംസ്ഥാനത്തുണ്ടായ പുതിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് പിന്നാലെ പുതിയ സർക്കാരിൽ നിന്ന് തനിക്ക് വർഷങ്ങളായി നിഷേധിക്കപ്പെട്ട നീതി ഒടുവിൽ ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് താനെന്ന് അതിജീവിത വ്യക്തമാക്കുകയാണ്. 2023 മാർച്ച് 18-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. തൈറോയിഡ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUവിൽ മയക്കത്തിൽ വിശ്രമിക്കുകയായിരുന്ന യുവതിയെ ആശുപത്രി അറ്റൻഡറായ M ശശീന്ദ്രൻ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കേസ്. സംഭവത്തിന് പിന്നാലെ പൊതുജനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തെ തുടർന്ന് 1-ാം പ്രതിയെ സർവീസിൽ നിന്ന് അടിയന്തരമായി പിരിച്ചുവിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അതിജീവിതയുടെ പോരാട്ടം പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ച ആശുപത്രി അധികൃതർക്കും സ്ഥാപനത്തിലെ മറ്റു ജീവനക്കാർക്കും എതിരെയാണ്. മൊഴി തിരുത്തിക്കാനായി ആശുപത്രിയിലെ 5 വനിതാ ജീവനക്കാർ തന്നെ തടഞ്ഞു നിർത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി അതിജീവിത ആരോപിക്കുന്നു. തുടക്കത്തിൽ ഈ 5 ജീവനക്കാർക്കെതിരെ അന്വേഷണം നടന്നിരുന്നുവെങ്കിലും ഇവരെ സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത് എന്നും നിലവിൽ ഇവർ സർക്കാർ സർവീസിൽ സജീവമായി തുടരുകയാണ് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. മെഡിക്കൽ കോളേജ് അധികൃതർ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ നിന്ന് ബോധപൂർവം സംരക്ഷിക്കുന്നതിൻ്റെ തെളിവാണിത് എന്ന് അതിജീവിത കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. തനിക്കെതിരെ ഉണ്ടായ ആക്രമത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും തുടക്കത്തിൽ കൃത്യമായ നടപടികൾ ഉണ്ടായില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. ഇതിന് പിന്നാലെയാണ് നിലവിൽ പുതിയ സർക്കാരിന്, പുതിയ മുഖ്യമന്ത്രിക്ക് അതിജീവിതയും സംഘവും പരാതി നൽകിയിരിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.